കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD1 എക്സാം നാളെ ഇംഗ്ലീഷ് ആണല്ലേ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? ഓക്കെ, നമുക്ക് അവസാന ഘട്ട ഒരുക്കത്തിലേക്ക് പോകാം കേട്ടോ. ഓണപരീക്ഷയ്ക്കായുള്ള അവസാന ഘട്ട ഒരുക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോക്കി, ഇവിടെ 3 പാരറ്റ്സ് ഉണ്ട് അല്ലേ? കണ്ടായിരുന്നോ? ഇതിൽ ഇവരുടെ പേരെങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിക്കുക? എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയേ, ഈ പാരറ്റിന് ചുണ്ട് വലുതാണ്. എന്താ? ചുണ്ട് മറ്റുള്ള പാരറ്റിനേക്കാൾ വലുതാണ്. ചുണ്ട് വലുതായിട്ടുള്ള പാരറ്റ് ആരായിരുന്നു? ജിൽ. അപ്പോൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഐ ആം ജിൽ. ചുണ്ട് വലുതായിട്ടുള്ളത് ഏത് പാരറ്റാ? ജില്ലാണ് കേട്ടോ. ഐ ആം ജിൽ. അപ്പോൾ ഐ ഹാവ്, എനിക്ക് എന്താ ഉള്ളേ? ജില്ലിന് എന്താ ഉള്ളേ? ഐ ഹാവ് എന്താ ഉള്ളേ? ബീക്കാണല്ലേ. ഇനി നോക്കിയേ, ഈ കഴുത്തിൽ റൗണ്ട് ഉള്ളത് ആരാ? റിൽ. ആരാ? റിൽ. കണ്ടോ, കഴുത്തിലൊരു റൗണ്ട് കണ്ടോ? മറ്റു പാരറ്റ്സിനില്ല കണ്ടോ? അപ്പൊ കഴുത്തിൽ റൗണ്ട് ഉള്ളത് ആരാ? റിൽ. ഇനി നീളമുള്ള കാല് നോക്കിയേ, മറ്റുള്ളവരുടെ കാലിനേക്കാളും നീളമുള്ള കാല് ആർക്കാ? ഡിൽ. ആരാ? ഡിൽ. സംശയമില്ലല്ലോ. അപ്പോൾ വലിയ ചുണ്ടുള്ളത് ആർക്കാണ്? ജില്ലിനാണ്. കഴുത്തിൽ റൗണ്ട് ഉള്ളത് ആർക്കാണ്? റില്ലിനാണ്. നീളമുള്ള കാലുള്ളത് ആർക്കാണ്? ഡില്ലിനാണ്. ഓക്കെ, അപ്പോൾ ജിൽ എന്താ പറയാ? വലിയ ചുണ്ടാണുള്ളത്. അപ്പോൾ എന്താ പറയാ? ഐ ഹാവ് ബിഗ് ബീക്ക്. ഐ ഹാവ് ബിഗ് ബീക്ക്. അപ്പോൾ ജില്ലാണ് എന്ത് പറയുന്നത്? ബിഗ് ബീക്ക് എന്ന് പറയുന്നത്. വലിയ ചുണ്ട്. കണ്ടോ, വലിയ ചുണ്ട് കണ്ടോ? റിൽ. റില്ലിന് എന്താ ഉള്ളേ? കഴുത്തിലൊരു റൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ എന്താ പറയാ? ഐ ഹാവ്, എനിക്കുണ്ട്. എന്താ? റെഡ് റിംഗ്. ഐ ഹാവ് റെഡ് റിംഗ്. ഐ ഹാവ് റെഡ് റിംഗ്. ഡിൽ. ഐ ആം ഡിൽ. ഐ ആം ഡിൽ. ഡിൽ എന്താ പറയാ? ഐ ഹാവ് ലോങ് ലെഗ്സ്. ഐ ഹാവ് ലോങ് ലെഗ്സ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. വലിയ ചുണ്ടുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു? ഐ ഹാവ് ബിഗ് ബീക്ക്. കഴുത്തിൽ റെഡ് റൗണ്ട് ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു? ഐ ഹാവ് റെഡ് റിംഗ്. നീളമുള്ള കാലുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു? ഐ ഹാവ് ലോങ് ലെഗ്സ്. സംശയമില്ലല്ലോ. അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എഴുതണം കേട്ടോ. ബീക്കിന്റെ സ്പെല്ലിംഗ് BEAK. ബീക്ക്. BEAK. ബീക്ക്. ഓക്കെ. റെഡ് RED. റെഡ്. റിംഗ് RING. റിംഗ്. BIG. ബിഗ്. ലോങ് ലെഗ്സ് LONG. ലോങ്. LEGS. ലെഗ്സ്. ഓക്കെ. നോക്കി, പാരറ്റ്. ഇപ്പോൾ പാരറ്റിന്റെ കളർ എന്താ? റെഡ് ആണ്. നേരത്തെ എന്തായിരുന്നു? പാരറ്റിന്റെ കളർ എന്താണ്? ഗ്രീൻ ആണല്ലേ. ഐ വാസ് ഗ്രീൻ. ഐ വാസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രീൻ ആയിരുന്നു. നേരത്തെ ഏത് കളർ ആയിരുന്നോ അത് എഴുതുക കേട്ടോ. ഐ വാസ് ഗ്രീൻ. നൗ ഇപ്പോൾ ഐ ആം, ഇപ്പോൾ എന്തായി? റെഡ്. നൗ ഐ ആം റെഡ്. ഐ വാസ് ഗ്രീൻ, ഞാൻ ഗ്രീൻ ആയിരുന്നു. നൗ ഐ ആം റെഡ്, ഇപ്പോൾ ഞാൻ റെഡ് ആണ്. എങ്ങനെയാ പറയാ? ഗ്രീന്റെ സ്പെല്ലിംഗ് എന്താ? GREEN. ഗ്രീന്റെ സ്പെല്ലിംഗ് എന്താ? GREEN. ഗ്രീൻ. റെഡിന്റെ സ്പെല്ലിംഗ് എന്താ? RED. റെഡ്. RED. റെഡ്. GREEN. ഗ്രീൻ. അപ്പോൾ റെഡ് പാരറ്റ് ആണെങ്കിൽ എന്താ പറയാ? ഐ വാസ് ഗ്രീൻ. നൗ ഐ ആം റെഡ്. ഇനി ഗ്രീൻ പാരറ്റ് എന്താ പറയാ? ഗ്രീൻ ആയി കഴിഞ്ഞാൽ എന്താ പറയാ?
ഐ വാസ് റെഡ്, ഞാൻ റെഡ് ആയിരുന്നു. നൗ ഐ ആം ഗ്രീൻ, ഇപ്പോൾ ഞാൻ ഗ്രീൻ ആയി. റെഡ് ആണെങ്കിൽ എന്താ പറയുക? ഞാൻ ഗ്രീൻ ആയിരുന്നു, ഇപ്പോൾ റെഡ് ആയി. ഐ വാസ് ഗ്രീൻ, നൗ ഐ ആം റെഡ്. ഗ്രീൻ ആയി കഴിഞ്ഞാൽ എന്താ പറയുക? ഐ വാസ് റെഡ്, ഞാൻ റെഡ് ആയിരുന്നു. നൗ ഐ ആം ഗ്രീൻ, ഇപ്പോൾ ഞാൻ ഗ്രീൻ ആയി. ഓക്കെ, ടിന്നിൽ വീണിട്ട്, പെയിന്റ് ടിന്നിൽ വീണിട്ട് എന്തായി മാറി? റെഡ് ആയിട്ട് മാറി അല്ലേ? മഴ പെയ്തപ്പോൾ ആ റെഡ് കളർ പോയി എന്തായിട്ട് മാറി? ഗ്രീൻ പാരറ്റ് ആയിട്ട് മാറി. സ്റ്റോറി ഓർമ്മയുണ്ടല്ലോ? യെസ്. ഇവിടെ നോക്കി, എലിഫന്റ്. നമ്മുടെ പോളിയുടെ കൂട്ടുകാരായിരിക്കാം. പോളിയുടെ കൂട്ടുകാരായിരിക്കാം. ഇവിടെ പോളി ഇരിപ്പുണ്ട് അല്ലേ? പോളി പാരറ്റ് ഇരിപ്പുണ്ട്. പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? എലിഫന്റ്, ഡക്ക്, റാബിറ്റ്. പോളിക്ക് എത്ര കൂട്ടുകാരുണ്ടായിരുന്നു? 3 കൂട്ടുകാർ. ആരൊക്കെയാ? 3 ഫ്രണ്ട്സ്. ആരൊക്കെയാ? എലിഫന്റ് ആന, ഡക്ക് താറാവ്, റാബിറ്റ് മുയൽ. ഓക്കെ, അപ്പോൾ എലിഫന്റ്, റാബിറ്റ്, പാരറ്റ്, ഡക്ക്. ഇവരുടെ കൂട്ടുകാരുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 4 കൂട്ടുകാരുടെയും പേര് എഴുതിയിട്ടുണ്ട്. എലിഫന്റ്, റാബിറ്റ്, പാരറ്റ്, ഡക്ക്. ഓക്കെ, ഇവിടെ ആരോ സ്വിമ്മിങ്, നീന്തും. ഇതിൽ ആരാ നീന്തുന്നേ? ആരാ നീന്തുന്നേ? ഈസ് സ്വിമ്മിങ്. എലിഫന്റ് ഈസ് സ്വിമ്മിങ്, റാബിറ്റ് ഈസ് സ്വിമ്മിങ്, പാരറ്റ് ഈസ് സ്വിമ്മിങ്, ഡക്ക് ഈസ് സ്വിമ്മിങ്. ആരാ? ഡക്ക്. ഡക്ക് ഈസ് സ്വിമ്മിങ്. താറാവാണ് നീന്തുന്നത് അല്ലേ? ഡക്ക് ഈസ് സ്വിമ്മിങ്. ആരാ ഫ്ലൈയിങ്? ഡാഷ് ഈസ് ഫ്ലൈയിങ്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക. സ്വിമ്മിങ് നീന്തുക, ഫ്ലൈയിങ് പറക്കുക. ആരാ പറക്കുന്നേ? ഈ കൂട്ടത്തിൽ ആരാ പറക്കുന്നേ? പാരറ്റ്. പാരറ്റ് ഈസ് ഫ്ലൈയിങ്. പാരറ്റ് ഈസ് ഫ്ലൈയിങ്. ഹു ഈസ് ജമ്പിങ്? ഹു ഈസ് ജമ്പിങ്? റാബിറ്റ്, പാരറ്റ്, ഡക്ക്, എലിഫന്റ്. ഹു ഈസ് ജമ്പിങ്? യെസ്, റാബിറ്റ്. Rabbit is jumping. Rabbit is jumping. Who is walking? ആരാ നടന്നു പോകുന്നേ? Elephant. Who is walking? Elephant. അപ്പോൾ duck is swimming, parrot is flying, rabbit is jumping, elephant is walking. ചിലപ്പോൾ നിങ്ങൾക്ക് ഡക്ക് നൽകിയിട്ടുണ്ടാകും, പാരറ്റ് നൽകിയിട്ടുണ്ടാകും, റാബിറ്റ് നൽകിയിട്ടുണ്ടാകും, എലിഫന്റ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഡക്ക് ഈസ് എന്താ എഴുതുക? സ്വിമ്മിങ്. പാരറ്റ് ഈസ് flying, rabbit is jumping, elephant is walking. Swimming എന്ന് പറഞ്ഞാൽ നീന്തുക, flying എന്ന് പറഞ്ഞാൽ പറക്കുക, jumping എന്ന് പറഞ്ഞാൽ ചാടുക, walking എന്ന് പറഞ്ഞാൽ നടക്കുക. തെറ്റിക്കോ? ഇല്ല അല്ലേ? എല്ലാവരും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കറക്റ്റ് ആയിട്ട് ചെയ്യുമല്ലോ? യെസ്. നോക്കി, പോളിക്ക് ദാ ഫ്രൂട്ട്സും ആയിട്ട് പോവാ. ആരാ? റാബിറ്റും എലിഫന്റും ഡക്കും കൂടി പോളിക്ക് എന്തായിട്ട് പോകുന്നു? ദാ ഫ്രൂട്ട്സുമായിട്ട് പോവാണ്. പോളി അവിടെ എന്താ? കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുവാണ്. ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്? ആപ്പിൾ, ടൊമാറ്റോ, ഓറഞ്ച്, ബനാന, ക്യാരറ്റ്, ഗ്രേപ്സ്, പപ്പായ. ഇങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ. ഐ ആം എ ഫ്രൂട്ട്. ഞാനൊരു ഫ്രൂട്ടാണ്. ഐ ആം റെഡ് ഇൻ കളർ. ഞാൻ ചുവപ്പ് നിറമാണ്. ഐ ആം വെരി ടേസ്റ്റി. ഞാൻ വളരെ മധുരമാണ്. എനിക്ക് വളരെ മധുരമാണ്. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരാ? റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ്, വെരി ടേസ്റ്റിയാണ്. ആരാ? യെസ്, ആപ്പിൾ. ആരാ? ആപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം എ ഫ്രൂട്ട്. ഞാനൊരു ഫ്രൂട്ടാണ്. I am orange in color. ഞാൻ ഓറഞ്ച് കളറാണ്. I am sweet and sour. എനിക്ക് മധുരവും പുളിപ്പും ഉണ്ട്. Who am I? ഞാൻ ആരാ? Yes, orange. ആരാ? Orange. Next question. I am a fruit. ഞാനൊരു ഫ്രൂട്ടാണ്. I am yellow in color. ഞാൻ മഞ്ഞ നിറമാണ്. Monkey likes me. Monkey എന്നെ ഇഷ്ടപ്പെടുന്നു. Who am I? ഞാൻ ആരാ? ആരെയാ മങ്കിക്ക് ഇഷ്ടം? യെല്ലോ നിറം. യെസ്, ബനാന. ആരാ? ബനാന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു വെജിറ്റബിൾ ആണ്. ഐ ആം റെഡ് ഇൻ കളർ. ഞാൻ റെഡ് കളറാണ്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ഞാൻ റൗണ്ട് ആണ്, വട്ടത്തിലാണ്. ഹു ആം ഐ? ഞാൻ ആരാ? ഐ ആം എ വെജിറ്റബിൾ. ഐ ആം റെഡ് ഇൻ കളർ. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ഹു ആം ഐ? യെസ്, ടൊമാറ്റോ. ആരാ?
ടൊമാറ്റോ. ആരാ? ടൊമാറ്റോ. ഐ എം എ വെജിറ്റബിൾ. ഞാനൊരു വെജിറ്റബിൾ ആണ്. ഐ എം ഓറഞ്ച് ഇൻ കളർ. ഞാൻ ഓറഞ്ച് നിറമാണ്. റാബിറ്റ് ലൈക്സ് മീ. മുയൽ എന്നെ ഇഷ്ടപ്പെടുന്നു. ഹു ആം ഐ? ഞാൻ ആരാ? റാബിറ്റിന് ആരാ ഇഷ്ടം? ക്യാരറ്റ്. ആരാ? ക്യാരറ്റ്. ഇതുപോലെ ബേർഡ്സ് ചോദിക്കാം കേട്ടോ. ഐ ആം എ ബേർഡ്. ഐ ആം ഗ്രീൻ ഇൻ കളർ. ഹു ആം ഐ? പാരറ്റ്. യെസ്, വെരി ഗുഡ്. ഐ ആം എ ബേർഡ്. ഐ ആം ബ്ലാക്ക് ഇൻ കളർ. ഹു ആം ഐ? ക്രോ. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാം? കാറിനെ പറ്റി ചോദിക്കാം, വെഹിക്കിളിനെ പറ്റി ചോദിക്കാം. അതുപോലെ ലാർജ് ആയുള്ള ബേർഡ് ഏതാ? ലാർജ് ആയുള്ള ബേർഡ് ഔൾ. ആരാ? ഔൾ. ഓക്കെ, സ്വിം ചെയ്യുന്ന ബേർഡ് ഏതാ? ഡക്ക്. ആരാ? ഡക്ക്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും കറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിച്ച് എഴുതുമല്ലോ. റിഡിൽ ഏത് ചോദിച്ചാലും എഴുതുമല്ലോ. യെസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ 3 ബസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കളേഴ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. കളർ ഏതൊക്കെ കളേഴ്സ് പഠിക്കണം? ബ്ലൂ. ബ്ലൂവിന്റെ സ്പെല്ലിംഗ് എന്താ? BLUE. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദിസ് ഈസ് എ ബ്ലൂ ബസ്. BLUE. ബ്ലൂ. BLUE. ബ്ലൂ. ദിസ് ഈസ് എ റെഡ് ബസ്. റെഡ് ബസ്സിൽ റെഡ് കളർ. റെഡ് കളറിന്റെ സ്പെല്ലിംഗ് എന്താ? RED. റെഡ്. RED. റെഡ്. BLUE. ബ്ലൂ. BLUE. ബ്ലൂ. RED. red. This is a green bus. GREEN. 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 അപ്പോൾ ഈ 3 കളേഴ്സിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. BLUE. ബ്ലൂ. നീല നിറം. RED. red. ചുവപ്പു നിറം. GREEN. green. പച്ച നിറം. പഠിച്ചില്ലേ? ഓക്കെ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമ്മുടെ ബസ് പറയാണ് ഐ ആം ബിഗ്. ഞാൻ ബിഗ് ആണ്. അങ്ങനെയാണെങ്കിൽ കാർ എന്തായിരിക്കും പറയാ? ഐ ആം ബിഗ് എന്നാണോ? അല്ല. പിന്നെ എന്താ പറയാ? ഐ ആം സ്മോൾ. ഐ ആം സ്മോൾ എന്ന് കാർ പറഞ്ഞാൽ ബസ് പറയും ഐ ആം ബിഗ്. ബസ് ഐ ആം ബിഗ് എന്ന് പറഞ്ഞാൽ കാർ പറയും ഐ ആം സ്മോൾ. ബിഗിന്റെ സ്പെല്ലിംഗ് BIG. ബിഗ്. BIG. ബിഗ്. സ്മോളിന്റെ സ്പെല്ലിംഗ് എന്താ? SMALL. സ്മോൾ. SMALL. സ്മോൾ. ഐ ആം ബിഗ്. ഐ ആം സ്മോൾ. ഓക്കെ, ബസ് പറയാണ് ഐ ഹാവ് 15 സീറ്റ്സ്. എനിക്ക് 15 സീറ്റുകളുണ്ട്. ഐ ഹാവ് 15 സീറ്റ്സ്. അപ്പോൾ കാർ എന്തായിരിക്കും പറയാ? ഐ ഹാവ് 4 സീറ്റ്സ്. ഐ ഹാവ് 4 സീറ്റ്സ്. ബസ്സിന് 15 സീറ്റ് ഉള്ളത് കൊണ്ട് ബസ് പറഞ്ഞു ഐ ഹാവ്, എനിക്കുണ്ട് 15. 15 സീറ്റ്സ്. 15 സീറ്റുകൾ. അപ്പോൾ കാർ എന്ത് പറഞ്ഞു? ഐ ഹാവ്, എനിക്കുണ്ട് 4 സീറ്റ്സ്. 4 സീറ്റുകൾ. ഓക്കെ, നോക്കേ, നമ്മുടെ കാറ് പറയാണ് ഐ ടു ഹാവ് 4 വീൽസ്. എനിക്കും 4 വീലുകളുണ്ട്. അപ്പോൾ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് 4 വീലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഐ ഹാവ് 4 വീൽസ്. അപ്പൊ അതേപോലെ കാറിന് ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു? ഐ ടു ഹാവ്. ഐ ടു. കണ്ടോ, അവിടെ ഒരു TOO, ടു കൂടെ ചേർക്കാം. എനിക്കും അതുപോലെ ഉണ്ടെങ്കിൽ ഐ ടു ഹാവ് 4 വീൽസ്. ഓക്കെ, അപ്പോൾ ബസ് പറയാൻ ഐ ഹാവ് ഹോൺ. കാർ എന്ന് പറയും, കാറിന് ഹോൺ ഇല്ലേ? ഐ ടു ഹാവ് ഹോൺ. TOO ആണ്, TWO അല്ല. എന്നാൽ 2 ഹോൺ ഉണ്ടെന്നായി പോവും. TOO, ടു, എനിക്കും. ഓക്കെ, നോക്കി, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. കാർ പറയാണ് ഐ ഹാവ് വീൽസ്. അപ്പോൾ നമ്മുടെ എയ്റോപ്ലെയിൻ പറയാണ് ഐ ടു ഹാവ് വീൽസ്. എനിക്കും വീൽസ് ഉണ്ട്. അപ്പോൾ എനിക്കും ഉണ്ടെങ്കിൽ ടു എന്ത് ചേർക്കണം? TOO കൂടി ചേർക്കാം. ഐ ടു ഹാവ് വീൽസ്. ഐ ഹാവ് വീൽസ്. ഐ ടു ഹാവ് വീൽസ്. ഓക്കെ, ടു ചേർക്കാൻ മറക്കരുത്. നമ്മുടെ കാർ പറയാണ് ഐ ഹാവ് വീൽസ്. എന്തായിരിക്കും സ്കൂട്ടർ പറയുക? ഐ ഹാവ് വീൽസ് എന്നാണോ? അല്ല, എനിക്കും വീൽസ് ഉണ്ട്.
I too have wheels. I too have wheels. ജീപ്പ് എന്തായിരിക്കും പറയാ? I have wheels എന്ന് കാറ് പറയുമ്പോൾ ജീപ്പ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? I too have wheels. എനിക്കും വീൽസ് ഉണ്ട്. TOO, too. Okay. I have wings. എനിക്ക് വിങ്സ് ഉണ്ട്. കാറിന് വിങ്സ് ഉണ്ടോ? ചിറകുകൾ ഉണ്ടോ? വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. കാറിന് ചിറകുകൾ ഉണ്ടോ? ഇല്ല. I have no wings. I have no wings. ഇല്ലെങ്കിൽ എന്താ പറയാ? No എന്താണോ ഇല്ലാത്തത് അത് പറയാ. I have no wings. എയർപ്ലെയിൻ പറയുന്നു I have wings. കാർ പറയുന്നു I have no wings. എയർപ്ലെയിൻ ദാ സ്കൂട്ടറിനോട് പറയാ I have wings. എനിക്ക് വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്. സ്കൂട്ടർ എന്താ പറയാ? I have wings എന്നാണോ? എനിക്കും ചിറകുകളുണ്ടെന്നാണോ? അല്ലേ അല്ലേ? എന്താ പറയാ? I have no wings. എനിക്ക് ചിറകുകളില്ല. I have no wings. ജീപ്പ് എന്താ പറയാ? എയറോപ്ലെയിൻ നേരെ ജീപ്പിനടുത്ത് പോയി. ജീപ്പിനോട് പറഞ്ഞു I have wings. എനിക്ക് ചിറകുകളുണ്ട്. ജീപ്പ് എന്താ പറയാ? I have wings എന്നാണോ? No. I have no wings. I have no wings. Okay? ദാ നോക്കിയേ, ഇതാരൊക്കെയാ? നമ്മുടെ ബ്ലൂ ബസ്, റെഡ് കാർ. ബ്ലൂ ബസ്, റെഡ് കാർ. ബ്ലൂ ബസ്സിന്റെ താഴെ ഒത്തിരി സെന്റൻസ് നൽകിയിട്ടുണ്ടാവേ. അതുപോലെ റെഡ് കളർ നമ്മൾ അതിനെ റെഡ് കാറിന് മാറ്റി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കിയേ, ബ്ലൂവിന്റെ അവിടെ ദിസ് ഈസ് എ ബസ് എന്ന് നൽകിയിരുന്നാൽ കാറിന്റെ അവിടെ നമുക്ക് എന്ത് എഴുതുക? മാതൃക പോലെ എഴുതുക. ഇതുപോലെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. ദിസ് ഈസ് എ ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് എ കാർ. ദിസ് ഈസ് എ കാർ. ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് സീറ്റ്സ് ഉണ്ട്. കാറിന്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? ദ കാർ ഹാസ് സീറ്റ്സ്. ദ ബസ് ഹാസ് ഹോൺ. ബസ്സിന് ഹോൺ ഉണ്ട്. നമുക്ക് എന്ത് എഴുതാം? ദ കാർ ഹാസ് ഹോൺ. കാറിന് ഹോൺ ഉണ്ട്. ദ ബസ് ഹാസ് വീൽസ്. ബസ്സിന് വീൽ ഉണ്ട്. ദ കാർ ഹാസ് വീൽസ്. കാറിനും വീൽസ് ഉണ്ട്. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദിസ് ഈസ് എ റെഡ് കാർ. അപ്പോൾ ഇതുപോലെ നൽകിയിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ കാറിന് മാറ്റി എഴുതണം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ ക്രോ ഉണ്ട്, ഇവിടെ പാരറ്റ് ഉണ്ട്. ക്രോക്ക് ഇവിടെ ഇത്രയും സെന്റൻസ് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരറ്റിനെ എങ്ങനെ എഴുതുക? ദിസ് ഈസ് എ ക്രോ. ഇറ്റ് ഈസ് ബ്ലാക്ക്. ഇറ്റ് ഹാസ് 2 wings. ഇറ്റ് ഹാസ് 2 legs. ഇറ്റ് ഹാസ് എ ബീക്ക്. ഇറ്റ് ഹാസ് എ ടെയിൽ. എന്താ പറഞ്ഞിരിക്കുന്നേ? ക്രോയുടെ താഴെ എഴുതിയിരിക്കുവാണ് ദിസ് ഈസ് എ ക്രോ. ഇതൊരു കാക്കയാണ്. ഇറ്റ് ഈസ് ബ്ലാക്ക്. ഇതിന് കറുപ്പ് നിറമാണ്. ഇറ്റ് ഹാസ് 2 wings. ഇതിന് 2 ചിറകുകളുണ്ട്. ഇറ്റ് ഹാസ് 2 legs. ഇതിന് 2 കാലുകളുണ്ട്. ഇറ്റ് ഹാസ് എ ബീക്ക്. ഇതിനൊരു ചുണ്ടുണ്ട്. ഇറ്റ് ഹാസ് എ ടെയിൽ. ഇതിനൊരു വാലുണ്ട് എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതുപോലെ പാരറ്റിനും എഴുതണം. എങ്ങനെ നമുക്ക് എഴുതാം? ദിസ് ഈസ് എ ക്രോ. അവിടെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് എ പാരറ്റ്. ഇറ്റ് ഈസ് ബ്ലാക്ക്. അവിടെ എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഗ്രീൻ. ദിസ് ഈസ് എ ക്രോ എന്ന് എഴുതുമ്പോൾ ഇവിടെ ദിസ് ഈസ് എ പാരറ്റ്. ഇറ്റ് ഈസ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗ്രീൻ. ഇനി പീജിയൻ ആണെങ്കിൽ ദിസ് ഈസ് എ പീജിയൻ. ഇറ്റ് ഈസ് ഗ്രേ. ആ നിറം മാറ്റി എഴുതുക. ഇറ്റ് ഹാസ് 2 wings. തത്തയ്ക്കും 2 ചിറകല്ലേ? ഇറ്റ് ഹാസ് 2 wings. കാക്കയ്ക്ക് 2 കാലല്ലേ? ഇറ്റ് ഹാസ് 2 legs. അപ്പോൾ തത്ത എന്താ പറയാ? ഇറ്റ് ഹാസ് 2 legs. കാക്കയ്ക്ക് പറയാണ് ഇറ്റ് ഹാസ് എ ബീക്ക്. ഇതിനൊരു ചുണ്ടുണ്ട്. അപ്പോൾ തത്തയ്ക്ക് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ് എ ബീക്ക്. അതിനും ചുണ്ടുണ്ട്. ഇറ്റ് ഹാസ് എ ടെയിൽ. ഇതിന് വാലുണ്ട്. തത്തയ്ക്ക് വാലില്ലേ? ഇറ്റ് ഹാസ് എ ടെയിൽ. ഓക്കെ? അപ്പോൾ ഇവിടെ എന്താണോ നൽകിയിട്ടുള്ളത് അതേ മോഡൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്വഭാവം നോക്കിയിട്ട് അതിൻ്റെ പേരും അതിൻ്റെ നിറമൊക്കെ നോക്കിയിട്ട് മാറ്റി എഴുതിയാൽ മതി. എത്ര എണ്ണം ഉണ്ട് എന്നത് കൂടി ശ്രദ്ധിച്ചോളണം. ഓക്കെ? മനസ്സിലായോ? എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്. സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ്
നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.